ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻസ് ഫംഗ്ഷനാണ്. ഫിനാൻസ് ഫംഗ്ഷന് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും മറ്റേത് ഇൻസിഡൻഷ്യൽ ഫംഗ്ഷനുമാണ്. എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ. സോ എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷനിൽ അവിടെ ഒരു ഫിനാൻസ് മാനേജർ ഉണ്ടാവും. സോ ആ ഫിനാൻസ് മാനേജറാണ് തീരുമാനിക്കുന്നത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് നമ്മൾ ഫിനാൻസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് അതിനെ ഫിനാൻസിനെ അസസ് ചെയ്യുക, പിന്നെ മോണിറ്റർ ചെയ്യുക, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതെല്ലാം ഒരു ഫിനാൻസ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മൾ ഗോൾസിനകത്ത് നമ്മൾ ലോങ് ടേം ഗോൾസും ഉണ്ട്, ഷോർട്ട് ടേം ഗോൾസും ഉണ്ട്. സോ ലോങ് ടേം ഗോൾസ് എന്ന് പറയുമ്പം ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഈ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഇൻവോൾവ്മെൻറ്റ് ടോപ്പ് മാനേജ്മെൻറ്റ് ആയിരിക്കും ഇതിനെ ഇൻവോൾവ് ചെയ്യുന്നത്. ഷോർട്ട് ടേം എന്ന് പറയുമ്പം ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ലെസ് ദാൻ 1 year, അതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞതുപോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകുക മാത്രമല്ല, അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ. അതായത് അന്നേരമാണ് നമുക്ക് ഡിവിഡൻറ്റും ക്യാപിറ്റൽ അപ്രീസിയേഷനും എല്ലാം ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഇനി രണ്ടാമത്തേത് ഫിനാൻസിങ് ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ. സോ എന്താണ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആണ് ഫിനാൻഷ്യൽ ഡിസിഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫിനാൻസ് സേവ് ചെയ്യുന്നത്, എവിടെയാണ് നമുക്ക് നമ്മുടെ ഫിനാൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ, എവിടെയാണ് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് ഫിനാൻസിങ് ഡിസിഷനെ പറ്റി പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ വരുന്നത്. ഇറ്റ് ഈസ് എ വെരി ക്രൂഷ്യൽ ആൻഡ് വെരി ഡിഫിക്കൽട്ട് പ്രോസസ്സ്. അതായത് നമ്മൾ പ്രോപ്പർലി ക്യാപിറ്റൽ സ്ട്രക്ചർ ചെയ്യണം. കാരണം അത് മാർക്കറ്റ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സിനെയാണ് നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഫിനാൻസിങ് ഡിസിഷൻ ആകത്തുക പറയുന്നത് എന്താണെന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. സോ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും, രണ്ട് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടേമിലായിരിക്കും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും. ഷോർട്ട് ടേം എന്ന് പറയുമ്പം ഫോർ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നടത്തുന്നത്. സോ അതിനെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഡിവിഡൻഡ്? നമ്മൾ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഡിവിഡൻഡ് ഡിസിഷനിൽ നമ്മൾ പറയുന്നത്. എത്രത്തോളമാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യുവാണ്. നമ്മുടെ ചോയ്സാണ് എത്രത്തോളമാണ് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അടുത്തത് നമ്മൾ ലിക്വിഡിറ്റി ഡിസിഷൻ. എന്താണ് ലിക്വിഡിറ്റി ഡിസിഷന്? നമ്മൾ ഷോർട്ട് ടേം ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും നമ്മൾ മാനേജ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതാണ് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റിയും അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നത്.